ഉന്നം തെറ്റിയ വെടി. ആ മുതലാളി ലക്ഷ്യം വെച്ച ആ MLA ആര്? നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായി പറവൂർ MLA-യുമായി അല്ലെങ്കിൽ പറവൂർ ഒരു CPM നേതാവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഷാജഹാനെ ഇപ്പോൾ അറസ്റ്റും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ആസൂത്രകൻ ഇപ്പോൾ പുറകിലിരുന്ന് ചിരിക്കുകയാണ്. ആരാണ് അയാൾ? എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു ജട്ടി മുതലാളിയാണത്. നമുക്കറിയാം, ഇദ്ദേഹം തന്റെ CSR ഫണ്ടെല്ലാം ഉപയോഗിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആരംഭിച്ചു. കേരളത്തിലെ ഭരണമങ്ങ് പിടിച്ചെടുത്ത് കളയാം എന്നും പറഞ്ഞ് ഇദ്ദേഹം വരികയുണ്ടായി. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഒരു MLA-യാണ് ഇദ്ദേഹം ലക്ഷ്യം വെച്ചത്. ഇത് ഇപ്പോഴൊന്നും ലക്ഷ്യം വെച്ചതല്ല. കഴിഞ്ഞ 1-ലധികം വർഷമായി ഈ MLA-ക്കെതിരെ സമാനമായ ഒരു ആരോപണവുമായി നടക്കുകയാണ് ഈ ജട്ടി മുതലാളി. ഇദ്ദേഹം എന്നെയും വിളിച്ചിരുന്നു. ഞാനിത് സംസാരിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ല എങ്കിൽ ഈ ജട്ടി മുതലാളി ഇത് നിഷേധിക്കണം. അതല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറയുവാനുള്ള ഉറപ്പ് ഇയാൾ കാണിക്കണം. നിങ്ങൾക്കറിയാം, ഇയാളുടെ പ്രസ്ഥാനത്തെ നമ്മൾ സ്നേഹിച്ച ഒരു സമയമുണ്ടായിരുന്നു. ഇതൊരു വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ലക്ഷ്യത്തോടെയുള്ള, നല്ല ലക്ഷ്യത്തോടെയുള്ള, കേരളത്തിന്റെ നന്മയെ കരുതിയുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് കരുതി ഞങ്ങൾ ഇതിനെ പരമാവധി പ്രൊമോട്ട് ചെയ്തിരുന്നു. കാരണം നമ്മുടെ ഇവിടെയുള്ള ഈ ജാതി മത രാഷ്ട്രീയാധിഷ്ഠിതമായ രാഷ്ട്രീയം തകരണം, കഴിവുള്ള ആളുകൾ ഈ രംഗത്തേക്ക് വരണം, അങ്ങനെ ഒരു കറപ്ഷൻ ഫ്രീ ആയ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംവിധാനം ഇവിടെ വരണം എന്ന ആഗ്രഹത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളും ചില പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കി ഇയാൾ നിലവിലുള്ള സംവിധാനത്തെക്കാൾ വളരെ ദുഷിച്ച മനസ്സുള്ള ഒരു മനസ്സിനുടമയാണെന്നും വളരെ കുടില ബുദ്ധിയോടെയുള്ള ഇയാളുടെ ലക്ഷ്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്കെതിരെ ഇയാൾ പല ആരോപണങ്ങളും ഇയാൾ നടത്തുകയുണ്ടായി. ഇയാളുടെ ഈ കള്ളത്തരങ്ങളെ ഞങ്ങൾ പൊളിച്ചു കാണിച്ചു. ആഴ്ചകളോളം മാസങ്ങളോളം ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ തട്ടിപ്പുകളെയും ഇയാളുടെ കന്നന്തിരിവുകളെ കുറിച്ചും വാർത്തകൾ കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങി. ഈ പ്രസ്ഥാനത്തിന്റെ അഡ്രസ്സ് തന്നെ ഇല്ലാതായി. അതിനെ തുടർന്ന് ഇയാൾ എന്നെ കൊല്ലാൻ നടക്കുകയാണ്. എനിക്കെതിരെ കോടതികളിൽ നിന്നും വിധി സമ്പാദിച്ചു. ഇയാളുടെ പേര് പരാമർശിച്ച് വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹം വിധി കരസ്ഥമാക്കി. എനിക്കെതിരെ നിരവധി കള്ളക്കേസുകൾ പല സ്ഥലങ്ങളിൽ കൊടുത്തു. അതുപോലെ എന്റെ ശത്രുപക്ഷത്തുള്ള ആളുകളുമായി ചേർന്ന് അവർക്ക് ഫണ്ട് നൽകി പലതരത്തിലുള്ള കള്ളക്കേസുകളെല്ലാം ഇദ്ദേഹം എടുക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിലൊന്നും ഞങ്ങൾ കുലുങ്ങില്ല, ഭയപ്പെടില്ല. ആ കേസുകളെല്ലാം ഞങ്ങൾ മാനേജ് ചെയ്ത് പോകുകയാണ്. ഇദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഈ MLA-യുടെ പേര് നിങ്ങൾക്കറിയാം, ആ MLA ആരാണെന്ന്. ഇദ്ദേഹവുമായി പ്രശ്നമുണ്ടായിരുന്ന ഒരു MLA-ആണ്. ആ MLA കുറിച്ച് വളരെ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുണ്ട്, നിങ്ങളത് ചെയ്യണം, അതിന്റെ തെളിവ് ഞാൻ തരാം. ഇതുപോലൊരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട, ഒരു ടീച്ചറുമായി ബന്ധപ്പെട്ട, ഇയാളുടെ ഒരു അഹിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവരുമായിട്ടുള്ള വലിയ ബന്ധമുണ്ട്, അതിന്റെ തെളിവുകൾ തരാമെന്നും പറഞ്ഞ് ഇദ്ദേഹം ഞങ്ങൾക്കൊരു ഫോട്ടോ അയച്ചു തരുന്നു. ആ ഫോട്ടോ അയച്ചു തന്ന് എന്നോട് പറഞ്ഞത് ആ അഭിഹിതത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ന്. ആ ഫോട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ ഈ MLA-യും ആ ടീച്ചറും ഒരു വേദിയിൽ ഒരു ട്രോഫി കൊടുക്കുന്ന ഒരു ചടങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോ മാത്രമാണ്. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എന്ത് അഭിഹിതം? ഒരു സ്റ്റേജിൽ അല്ല, നിങ്ങൾ അവരുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു, കണ്ണുകൾക്ക് എന്താണ് കുഴപ്പം? അല്ല, അത് വെച്ച് എന്തെങ്കിലും നമുക്കൊന്ന്. ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾക്ക് ആള് മാറിപ്പോയി, ആ പണി നമ്മൾ ചെയ്യില്ല എന്ന് ഇയാളോട് പറഞ്ഞു. അന്നേ എനിക്ക് ഇയാളെ ഞാൻ ഓർത്തു, എടാ, ഇയാൾ ഇത്രയും ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്നു, ഇത്രയും ഒരു ആദർശശുദ്ധൻ എന്നൊക്കെ കരുതി ഇയാൾ ഇത്രയും ഒരു കൂറയാണോ, ഇത്ര ഒരു നാറിയാണോ എന്ന് ഞാൻ സ്വയമേ ചിന്തിച്ചു പോയി. ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അയാൾ നിഷേധിക്കട്ടെ. ഇയാൾ അയാളുടെ പേഴ്സണൽ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഇട്ട് തരികയും ഇയാൾ വാട്സാപ്പിൽ എന്നോട് സംസാരിച്ചു. ഇയാൾ ഒരു കുറുക്കനായതുകൊണ്ട് തന്നെ ആ വാട്സാപ്പ് കോൾ അടക്കം ഞാൻ മറ്റൊരു ഫോൺ വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇയാൾ എന്നോട് പറഞ്ഞു, ഇത് ഈ MLA നമുക്ക് കൊടുക്കാൻ പറ്റിയ. ഞാൻ പറഞ്ഞു, ഇതല്ല, നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതല്ല. ഞാൻ അന്നേരം അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പിന്നെ ഒന്നും പറഞ്ഞില്ല.
പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറേ സൈബർ കൊട്ടേഷൻ ടീമുകളെ കൊണ്ട് ഇയാൾക്കെതിരെ കുറേ പോസ്റ്ററുകളും ഒക്കെ ഇടിപ്പിച്ചു എന്ന് എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം കഴിഞ്ഞ 1.5-2 വർഷമായി ഈ MLA-ക്കെതിരെ, ആ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം നടത്തുവാൻ ഇദ്ദേഹം പലതരത്തിലുള്ള ആളുകളെയും സമീപിച്ചു, ആസൂത്രണം ചെയ്തു. അതെല്ലാം പാളിയപ്പോൾ ഇയാൾ ഈ വിവരങ്ങൾ നൽകിയ, ഈ ഫോട്ടോയും ഈ വിവരവും നൽകിയ ആരുടെയോ കയ്യിൽ നിന്നും ലീക്കായി ഈ വിഷയം കേക്കച്ചൻ്റെ അടുത്തെത്തി. പക്ഷേ അവർക്ക് MLA മാറിപ്പോയി. ഇദ്ദേഹം MLA മാറിപ്പോയതാകാൻ സാധ്യതയില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ത്രെട്ടാകാൻ സാധ്യതയുള്ള ആ ടീച്ചറെയും ആ MLA-യും ചേർത്ത് ഒരു കഥ മെനഞ്ഞ് ഒരു മണ്ടനായ ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി, അയാളുടെ പേര് ഇപ്പോൾ ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ പേര് CK ഗോപാലകൃഷ്ണൻ, പറവൂർ മണ്ഡലം സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഈ കേക്കച്ചൻ്റെ കഴിഞ്ഞ 25 വർഷമായി ഇയാളുടെ വലങ്കയ്യായ ഒരു പ്രസാദുവായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചുക്കേത് ചുണ്ണാമ്പേതെന്നറിയാത്ത അയാളുടെ കയ്യിൽ ഈ സാധനങ്ങൾ ഏൽപ്പിച്ച് ഈ MLA-യും ടീച്ചറെയും ഇവർ മാറ്റി. ഈ 2 പേരെയും മാറ്റിയ ശേഷം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്നാണ് ഈ ജട്ടി മുതലാളി അവകാശപ്പെടുന്നത്. ഈ വിവരം ഒന്നെങ്കിൽ അബദ്ധം പറ്റി മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. തൻ്റെ ശത്രുവായ, തനിക്ക് പാരയാകാൻ സാധ്യതയുള്ള ഈ 2 പേരുടെ പേരിലേക്ക് ഈ സംഭവമാക്കി മാറ്റി ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഈ CK ഗോപാലകൃഷ്ണൻ വഴി ഇത് സ്പ്രെഡ് ചെയ്തതാകാനാണ് സാധ്യത. അതിൻ്റെ പണി കിട്ടിയതോ മറ്റു പലർക്കും. യഥാർത്ഥത്തിൽ ജനങ്ങൾ തിരിച്ചറിയുക ഒരു ഉന്നം തെറ്റിയ വെടിയായിരുന്നു. അതിൻ്റെ പിന്നിൽ ഈ മുതലാളിയാണ്. ഈ മുതലാളിയുടെ പാളിയ ഉന്നം തെറ്റിയ വെടിയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ പിന്നിൽ വളരെ വെസ്റ്റഡ് ഇൻട്രസ്റ്റോടു കൂടിയ ഒരു ലക്ഷ്യമുള്ള ഈ മുതലാളിയാണ് എന്ന് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പലരെയും കഴിഞ്ഞ 1.5 കൊല്ലമായി ഇദ്ദേഹം കൺഫ്യൂസ് ചെയ്യിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം പണി വന്നപ്പോൾ മറ്റു പലർക്കുമായി എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. വീണ്ടും നമ്മളുടെ വിഷയത്തിലേക്ക് വരുവാണ്. ഷാജഹാനെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അപ്രകാരം പീഡിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ CPM നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ്. അവർക്കെതിരെ പ്രതികരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ നിശബ്ദരാക്കണമെങ്കിൽ ഇതുപോലുള്ള ശക്തമായ നടപടികൾ, വീട്ടിൽ കയറി ഇറങ്ങുക, പോലീസ് ഓഫീസിൽ കയറി ഇറങ്ങുക, മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്തകൾ നൽകുക, അങ്ങനെ ഒരു വലിയ കൊടും കുറ്റവാളിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഇദ്ദേഹത്തെ വിരട്ടി നിശബ്ദനാക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. KM ഷാജഹാനെ അറിയാവുന്നവർക്കറിയാം, ഷാജഹാൻ അങ്ങനെ തോറ്റ് പേടിച്ച് പിന്മാറുന്നയാളല്ല. ഇതിൻ്റെ 100 ഇരട്ടി വർദ്ധിത വീര്യത്തോടെ അദ്ദേഹം തിരികെ വരും. ഇദ്ദേഹം തിരികെ വരുമ്പോൾ അദ്ദേഹത്തെ ഇവർക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പക്ഷേ ചെയ്യുവാനുള്ള ഇവർ ശ്രമിക്കുന്നത് ഇപ്രകാരം കോടതിയിൽ റിമാൻഡ് ചെയ്ത് കോടതിയിൽ നിന്നും ജാമ്യം അനുവദിക്കുന്ന പക്ഷം അതിനകത്തൊരു കണ്ടീഷൻ വെക്കും. അതാണ് ഇതിനകത്തെ കുരുക്ക്. ആ കണ്ടീഷൻ കൃത്യമായിട്ടും ഇവർ ഒരു കണ്ടീഷൻ വെക്കും. സമാനമായ കുറ്റകൃത്യം ചെയ്താൽ ജാമ്യം നിഷേധിക്കപ്പെടും, അകത്തു പോകും. സ്വാഭാവികമായും ഇപ്രകാരം ഒരു കണ്ടീഷണൽ ബെയിലിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ അദ്ദേഹത്തിന് മിണ്ടാൻ വയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് ഇവർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും പ്രേക്ഷകർ മനസ്സിലാക്കുക. അന്നേരം ഇപ്പോൾ ഇത്തരക്കാരെ ഇന്ന് ഗുണ്ടായിസം ഇറക്കി ഒരാളെ വിരട്ടുന്നതിനേക്കാളും നല്ലത് കോടതിയെ സമീപിച്ച് ഇത്തരം നടപടികളിലൂടെ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റീസൺ ഇതാണ്. പക്ഷേ ഇപ്രകാരമുള്ള ഒരു ബ്ലാങ്കറ്റ് ഓർഡർ ഇപ്പോൾ i2 ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെതിരെ ഇപ്രകാരം നിങ്ങൾക്കറിയാം, KP യോഹന്നാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ വാർത്ത കൊടുത്തപ്പോൾ എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചിട്ട് എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എൻ്റെ ഓഫീസിലും വീടുകളിലുമെല്ലാം റെയ്ഡുകൾ നടത്തി. വളരെ വലിയ വിവാദമായൊരു വിഷയമായിരുന്നു. അന്ന് എനിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ വച്ച ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു: സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തരുത്. സാധാരണഗതിയിൽ എല്ലാ ബെയിലുകളിനകത്തും അത് ഒരു സാധാരണ വെക്കുന്നതാണ്. എന്നാൽ വളരെ വ്യത്യസ്തമായി
ആ കണ്ടീഷണൽ ബെയിലിനകത്ത് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയത് വളരെ വിചിത്രമായ ഒരു പരാമർശമായിരുന്നു. യാതൊരു കാരണവശാലും കെ പി യോഹന്നാനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെക്കുറിച്ചോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ഞാൻ സംസാരിക്കാൻ പാടില്ല, എൻ്റെ ചാനലിൽ സംസാരിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ പാടില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനും ഞാൻ ആരുമായിട്ടും കൈമാറാൻ പാടില്ല. വളരെ വിചിത്രമായ ഒരു കണ്ടീഷനായിരുന്നു എനിക്ക് വെച്ചത്. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ വളരെ ചരിത്രപരമായ ഒരു വിധി അന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെച്ചു കുര്യൻ അവരുടെ ബെഞ്ചിൽ നിന്നും ഒരു ഉത്തരവുണ്ടായി. ജഡ്ജിമാർ ഇത്തരം ബ്ലാങ്കറ്റ് ഉത്തരവുകൾ പുറപ്പെടുവിക്കരുത്. കാരണം ഒരു മാധ്യമ പ്രവർത്തകനോട് യാതൊരു കാരണവശാലും ഒരു ജഡ്ജിക്ക് അങ്ങനെ പറയുവാൻ പറ്റില്ല, നിങ്ങൾ ഇന്നാർക്കെതിരെ വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എന്ന് നിയമവിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ആ കാറ്റഗറിയിലുള്ള ഒരു വിധിയായിരുന്നു അന്ന് പ്രസ്താവിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിലും കെ എം ഷാജഹാനോട് നിങ്ങൾ CPM-നെതിരെ ശബ്ദിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ ഒരു കോടതിക്കും ഉത്തരവിടാൻ സാധ്യമല്ല. വ്യാജ വാർത്തകൾ കൊടുക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റൂ? ആരെങ്കിലും വ്യാജ വാർത്ത എന്ന് പറഞ്ഞു കൊടുക്കുമോ? അതുകൊണ്ട് സത്യമല്ലാത്ത ഒരു കാര്യങ്ങളും കൊടുക്കരുതെന്നായിരിക്കും അതിനകത്ത് കണ്ടീഷനിൽ പറയാൻ സാധ്യത. നമുക്ക് നമ്മുടെ ഉത്തമ ബോധ്യത്തിൽ കൊടുക്കുന്ന കാര്യങ്ങൾ, നമുക്ക് സത്യമെന്ന് കൊടുക്കുന്ന വാർത്തകൾ ചെയ്യുവാൻ ഇവിടെ ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം റിമാൻഡിൽ പോയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതുകൊണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവന്മാർ ഈ 40 ദിവസം പീഡിപ്പിച്ചിട്ട് എന്തായി? അതിന്റെ ഔട്ട്കം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കേരള സംസ്ഥാനത്ത് എവിടെ നിന്നാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാലും വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ ആ ഇമേജ് 10 മടങ്ങ് വർദ്ധിച്ചു. അതുപോലെ ഈ കെ എം ഷാജഹാന്റെ അറസ്റ്റ് കൊണ്ടുണ്ടാകാൻ പോകുന്നത്, കെ എം ഷാജഹാനെ ചുരുക്കം ചില ആളുകളെ അറിയത്തുള്ളായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മീഡിയയുടെ റീച്ചും അദ്ദേഹത്തിന്റെ മറ്റുള്ള എല്ലാ ആസ്പെക്ട്സും കണക്കിലെടുക്കുമ്പോൾ കെ എം ഷാജഹാൻ എന്ന വ്യക്തിയെ അറിയാവുന്നവർ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിലൂടെ ഷാജഹാൻ വാർത്തകളിൽ നിറയുന്നു, പത്രമാധ്യമങ്ങളിൽ നിറയുന്നു. അങ്ങനെ ഷാജഹാൻ എന്ന് പറയുന്ന ആ പ്രായമായ മനുഷ്യനെ ഇന്ന് എല്ലാവരും അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഇനി ജയിലിലേക്ക് വിടുമ്പോഴും ഷാജഹാന്റെ പ്രൊമോഷനാണ് ഇവിടെ നടക്കുന്നത്. ഷാജഹാന്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളെല്ലാം ഷാജഹാന്റെ ചാനൽ കയറി കാണും. ഷാജഹാന്റെ ചാനലിന് സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ, പോലീസിന്റെ ചെലവിൽ നൽകുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ. ഷാജഹാൻ ഇപ്പോൾ ഒരു 10 കോടി രൂപ മുടക്കി, അദ്ദേഹം ഒരു 10 കോടി രൂപ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത്, ഒരു 10 കോടി രൂപ മുടക്കി അദ്ദേഹം വിവിധ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്താൽ പോലും ഇതിന്റെ 100-ൽ-1 അംശം മൈലേജ് കിട്ടത്തില്ല. 5 പൈസ മുടക്കില്ലാതെ കിട്ടുന്ന ഷാജഹാന് കിട്ടുന്ന ഫ്രീ മീഡിയ പബ്ലിസിറ്റിയാണിത്. അദ്ദേഹത്തിന്റെ ചാനലിന് കിട്ടുന്ന പബ്ലിസിറ്റിയാണിത്. ഇതിനുശേഷം ഇനി എല്ലാവരും ഷാജഹാന്റെ ആ ചാനൽ കാണും, ചാനലിൽ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന വീഡിയോകൾ കാണും. ചുരുക്കം പറഞ്ഞാൽ ഇതുകൊണ്ട് ഷാജഹാന് വമ്പിച്ച മൈലേജാണ് ഉണ്ടായിരിക്കുന്നത്. ഷാജഹാൻ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ഇത്രയും പ്രായമായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇന്നുണ്ടെങ്കിലും VS അച്യുതാനന്ദന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പല പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം ഇനി പേടിക്കാനൊന്നുമില്ല. ജീവിതത്തിന്റെ ആ ഒരു വാർദ്ധക്യ കാലഘട്ടത്തിലെത്തിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അല്പം മൂർച്ച കൂടുതലുണ്ട്. അതിവരെ അലോസരപ്പെടുത്തുന്നു. അദ്ദേഹത്തെ കൂടുതൽ ഊർജ്ജസ്വലനാക്കിയുള്ളൂ ഈ അറസ്റ്റ്. അതുകൊണ്ട് ഷാജഹാൻ എപ്പോഴും ഈ സർക്കാരിനോടും ഈ പോലീസുകാരോടും നന്ദിയുള്ളവനായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഇത്രയും റീച്ച് ഉണ്ടാക്കി കൊടുത്തതിന്, അദ്ദേഹത്തിന്റെ ചാനലിന് കൂടുതൽ മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകരെ, ഈ ഷാജഹാനെ പോലെയുള്ളവരുടെ ശബ്ദം നിലച്ചു പോകാതിരിക്കേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ ഏത് ആഭാസനും, ഏത് വ്യഭിചാരശാല നടത്തുന്നവനും, ഏത് തീവട്ടിക്കൊള്ളക്കാരനും ഇന്ന് ചാനൽ തുടങ്ങാം. അവൻ ചാനൽ തുടങ്ങി ഈ മൊട്ടയെ പോലുള്ള മാധ്യമ വേശികളെ എടുത്ത് അവന് കുറച്ച് നക്കാപ്പിച്ചിട്ട് കൊഴിഞ്ഞാൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും, എന്ത് പണി വേണമെങ്കിലും ചെയ്യും. ഇതുപോലെയുള്ള ഈ മാധ്യമ വേശികൾ തട്ടിട്ട് തുള്ളുന്ന ഈ കാലഘട്ടത്തിൽ ഷാജഹാനെ പോലെയുള്ളവരുടെ, സത്യം വിളിച്ചു പറയുന്നവരുടെ നാക്ക് ശക്തമായി തന്നെ
ഇത്തരക്കാർക്കെതിരെ പ്രതികരിക്കുവാൻ, അവരുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരേണ്ടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്, ഓരോ പ്രേക്ഷകരുടെയും കടമയാണ്. അതുകൊണ്ട് രാഹുലിനെ നിങ്ങൾ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ ഷാജഹാനെയും അദ്ദേഹത്തിനോടൊപ്പവും നിങ്ങൾ ഉണ്ടാവണം, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുപോലെയുള്ള നട്ടലുള്ള മാധ്യമപ്രവർത്തകർ ഉണ്ടെങ്കിൽ മാത്രമേ സംഘം ചേർന്ന് നടത്തുന്ന ഈ തീവട്ടിക്കൊള്ളക്കെതിരെ നമുക്ക് പ്രതികരിക്കുവാൻ സാധിക്കൂ. അതുകൊണ്ട് ഒരു ബീക്കൺ ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ നാളമാണ് ഇത്തരക്കാർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവരോടൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ഒറ്റപ്പെടുത്തുവാൻ നടത്തുന്ന സകല ശ്രമങ്ങൾക്കെതിരെ നിങ്ങളുടെ ശബ്ദം ഉയരണം. അതാണ് ഇന്ന് ഏറ്റവും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ എന്ന് പറയുന്നത്. പ്രേക്ഷകരെ, നിങ്ങളുടെ ആ പ്രതികരണമാണ്. ഷാജഹാനോടൊപ്പവും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.